സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി മഹാലക്ഷ്മി നമോസ്തുതേ. അമ്മേ മഹാലക്ഷ്മി, കുഞ്ഞുങ്ങളെ കാത്തോളണേ. നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർക്കാൻ അമ്മ മഹാമായ മഹാലക്ഷ്മി കടന്നു വരുന്ന ആഷാഢ പൗർണമിയാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിലെ മഹാപൗർണമി ദിവസം. നാളത്തെ ദിവസം വീട്ടിൽ ഞാൻ ഈ പറയുന്ന 8 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 കാര്യം നിങ്ങൾ ചെയ്യണേ. നിങ്ങളുടെ വീട് രക്ഷപ്പെടും. നിങ്ങളുടെ വീടിനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാ ഐശ്വര്യങ്ങളും സകല സൗഭാഗ്യങ്ങളും നൽകി അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മി ദേവി മടങ്ങുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് നമുക്ക് കിട്ടുന്ന അപൂർവ അവസരങ്ങളിലൊന്നാണ് ഈ ആഷാഢ പൗർണമി ദിവസം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും മഹാലക്ഷ്മിയോട് ചോദിച്ചാലും അതെല്ലാം ഭഗവതി അനുഗ്രഹിച്ച് കനിഞ്ഞു നൽകുന്ന ഒരു ദിവസമാണ് ആഷാഢ പൗർണമി ദിവസം എന്ന് പറയുന്നത്. ഞാൻ 8 കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 8 കാര്യത്തിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് മതി. 2 എണ്ണം നാളെ രാത്രി തീരുന്നതിന് മുമ്പ് വീട്ടിൽ ചെയ്യണേ. നല്ലതേ വരുള്ളൂ. ഏറ്റവും ഐശ്വര്യമുള്ള 8 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പറയാം. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കൂ. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന 2 എണ്ണം ചെയ്യൂ. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും. എൻ്റെ അമ്മ മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും എന്നുള്ളതാണ്. ദീർഘിപ്പിക്കുന്നില്ല, കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം വൈകുന്നേരം, നാളത്തെ സന്ധ്യയ്ക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ നാളത്തെ ദിവസം വൈകുന്നേരം നിങ്ങളുടെ വീട്ടിനടുത്ത് എവിടെങ്കിലും ദേവീക്ഷേത്രമോ അല്ലെങ്കിൽ മഹാലക്ഷ്മി ക്ഷേത്രമോ ഉണ്ടെങ്കിൽ തൊഴാൻ പോകണം. മഹാലക്ഷ്മി ക്ഷേത്രത്തിലാണ് തൊഴാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ, പ്രത്യേകിച്ചും വീട്ടിലെ ഗൃഹനാഥയുടെ പേര് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഗൃഹനാഥൻ്റെ ആയാലും കുഴപ്പമില്ല, സ്ത്രീകളുടെ പേരിൽ ചെയ്യുന്നതിനാണ് ഏറ്റവും ഫലമുള്ളത്. നിങ്ങളുടെ പേരിൽ ശ്രീ സൂക്ത പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലിയുണ്ട്. മഹാലക്ഷ്മി അമ്പലങ്ങളിൽ ചെയ്യുന്ന പുഷ്പാഞ്ജലിയാണ് ശ്രീ സൂക്ത പുഷ്പാഞ്ജലി. ശ്രീ സൂക്തം എന്ന് പറയും. അതല്ല എന്നുണ്ടെങ്കിൽ ദേവീക്ഷേത്രത്തിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ കുങ്കുമ പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ചെയ്യും. കുങ്കുമാർച്ചന എന്നൊക്കെ പറയും, കുങ്കുമ പുഷ്പാഞ്ജലി. ഈ 2 പുഷ്പാഞ്ജലികളിൽ ഏതെങ്കിലും ഒന്ന് വീട്ടിലെ സ്ത്രീകളുടെ പേരിൽ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ പേരിൽ, മക്കൾ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ പേരിലായാലും മതി. ഒരു വീടിന് 1 എണ്ണം എന്നുള്ള കണക്കിൽ 1 എണ്ണം ചെയ്യണം കേട്ടോ. എല്ലാവരുടെയും പേര് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ പറ്റിയില്ലെങ്കിൽ ഒരാളുടെ പേരിൽ, ആ വീട്ടിലെ സ്ത്രീകളുടെ പേരിൽ ചെയ്താൽ ഏറ്റവും ഉചിതം ചെയ്യണം കേട്ടോ. ഈ ഒരു തിരു ദിവസം, അതായത് ഈ ഒരു തിരു പൗർണമി ദിവസം നമ്മളുടെ വീട്ടിൽ ഇത് ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് കേട്ടോ. ആഷാഢ പൗർണമി ദിവസം ഭഗവതി മാനത്ത് ഉദിച്ചു നിൽക്കുന്ന ചൈതന്യം നിറയുന്ന ആ ഒരു വൈകുന്നേരം, ആ ഒരു സന്ധ്യാനേരത്ത് ഏതൊരുവനാണോ അമ്പലത്തിൽ പോയി ഇത്തരത്തിൽ ശ്രീസൂക്തം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കുങ്കുമ പുഷ്പാഞ്ജലി ചെയ്യുന്നത്, അവർക്കതിൻ്റെ അനുഗ്രഹം 1 വർഷം കിട്ടുമെന്നുള്ളതാണ്. ഈ ഒരു ആഷാഢ പൗർണമി മുതൽ അടുത്ത ആഷാഢ പൗർണമി വരെയുള്ള 1 വർഷത്തെ ഫലം തരുമെന്നാണ് പറയുന്നത്. നമ്മളൊരു ചിങ്ങമാസത്തിലേക്കൊക്കെ കടക്കാൻ പോവുക, പുതിയൊരു വർഷത്തിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പോവുക. അപ്പോൾ ആ ഭഗവതിയുടെ ചൈതന്യം തൊട്ടറിയാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2 പുഷ്പാഞ്ജലികളിൽ ഏതെങ്കിലും 1 എണ്ണം, ദേവീക്ഷേത്രത്തിൽ പോകുന്നവർ കുങ്കുമ പുഷ്പാഞ്ജലി, ലക്ഷ്മി അമ്പലത്തിൽ പോകുന്നവർ, ലക്ഷ്മി ക്ഷേത്രത്തിൽ പോകുന്നവർ ശ്രീസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. ഇതാണ് 1. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നവർ, ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. സംഭവം മറ്റൊന്നുമല്ല, വെറ്റില ദീപം തെളിയിക്കുക എന്ന് പറയുന്നതാണ്. വെറ്റില ദീപം തെളിയിക്കുക, മഹാലക്ഷ്മിയെ സാക്ഷി നിർത്തുന്ന ത്രിസന്ധ്യയിൽ വീട്ടിൽ വെറ്റില ദീപം തെളിയിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ആഷാഢ പൗർണമിയുടെ പ്രത്യേകത ഭഗവതിയുടെ സാന്നിധ്യം ത്രിസന്ധ്യയ്ക്ക് വീട്ടിലുണ്ടാവുമെന്നാണ് പറയുന്നത്. ആ ത്രിസന്ധ്യ നേരത്ത് വെറ്റില ദീപം തെളിയിക്കുന്നത് ഏറ്റവും കെങ്കേമമാണ്. എങ്ങനെയാണ് വെറ്റില ദീപം തെളിയിക്കുന്നത്? ഒരു നല്ല വെറ്റില കഴുകി വൃത്തിയാക്കി കീറലൊന്നും ഇല്ലാത്ത നല്ല വെറ്റില എടുക്കുക.
ആ വെറ്റില വീട്ടിൽ 5 തിരിയിട്ട് നിലവിളക്ക് കത്തിച്ച് കിണ്ടിയിൽ തീർത്ഥമെല്ലാം വെച്ചതിന് ശേഷം ആ നിലവിളക്കിൻ്റെ മുൻഭാഗത്തായിട്ട് മുന്നിൽ എവിടെങ്കിലുമായിട്ട് ഒരു പൂജാ താലത്തിലോ അല്ലെങ്കിൽ ഒരു ഇല വിരിച്ചിട്ട്, ഒരു വാഴയില വിരിച്ചിട്ട് വാഴയിലയിലോ ആ വെറ്റില ഭംഗിയായിട്ട് തുമ്പ് കിഴക്കോട്ട് നീളുന്ന രീതിയിൽ വെക്കുക. വെച്ചതിന് ശേഷം ആ വെറ്റിലയുടെ മുകൾ ഭാഗത്തായിട്ട് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ ഒരു മൺചിരാത് വിളക്ക് വെക്കുക. നമ്മൾ ദീപാവലിക്കും കാർത്തികയും ഒക്കെ കത്തിക്കുന്ന മൺചിരാത് വിളക്കില്ലേ, മൺചിരാത് വിളക്ക് വെക്കുക. അതിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് തിരിയിട്ട് ആ വെറ്റിലയ്ക്ക് മുകളിൽ വെച്ചിരിക്കുന്ന, കിഴക്കോട്ട് മുഖം തിരിച്ച് വെച്ചിരിക്കുന്ന ആ ദീപം തെളിയിക്കുക. നിലവിളക്കിൽ നിന്ന് തിരി പകർന്ന്, അഗ്നി പകർന്ന് ആ തിരി വറ്റിക്കുക. ഇതാണ് വെറ്റില ദീപം തെളിയിക്കുക എന്ന് പറയുന്നത്. ഇത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ആ വീട്ടിൽ കൊണ്ടുവരുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. പറ്റുന്ന എല്ലാവരും ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ വെറ്റില ദീപത്തിന് മുന്നിൽ 2 കൈകളും കൂപ്പിക്കൊണ്ട് ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ എന്ന് 108 പ്രാവശ്യം ചൊല്ലുക. ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ, ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ, ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ, ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ എന്ന് 108 തവണ ചൊല്ലുക. ആ വീട്ടിലെ ഏതൊരുവളാണോ പ്രാർത്ഥിക്കുന്നത് അവർ മഹാലക്ഷ്മി അനുഗ്രഹത്താൽ അവരുടെ ജീവിതം നിറയും എന്നാണ് പറയുന്നത്. ആ വീട് രക്ഷപ്പെടാൻ ഇതിനേക്കാൾ നല്ലൊരു കാര്യം വേറെ ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. പറ്റുന്നവർ ചെയ്യണം കേട്ടോ. അമ്പലത്തിൽ പോകുന്നവർ അമ്പലത്തിൽ പോയത് ചെയ്തോളൂ, വീട്ടിൽ ചെയ്യുന്നവർ വീട്ടിൽ ഇത്തരത്തിൽ ചെയ്തോളൂ. അമ്പലത്തിൽ പോകുന്നവർക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വഴിപാട് ചെയ്യാം. വീട്ടിൽ ചെയ്യുന്നവർക്ക് ഈ വെറ്റില ദീപം തെളിയിക്കുന്നത് ഏറ്റവും ഗംഭീരമാണ്. ഇതാണ് 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന എല്ലാവരും, സ്ത്രീകളായിട്ടുള്ള എല്ലാവരും, വിവാഹിതരായവരെല്ലാവരും നിങ്ങളുടെ സിന്ദൂര ചെപ്പ് നിലവിളക്കിന് മുന്നിൽ ഒരു വാഴയില കീറിൽ ദേവിക്ക് സമർപ്പിക്കണം കേട്ടോ. നിങ്ങൾക്ക് ദീർഘസുമംഗലി യോഗം കിട്ടും, ആയുരാരോഗ്യ സൗഖ്യം കിട്ടും, ദീർഘായുസ് കിട്ടും എന്നാണ് സങ്കല്പം. വിവാഹിതരായിട്ടുള്ള എല്ലാ സ്ത്രീകളും തങ്ങളുടെ സിന്ദൂര ചെപ്പ് അത് പഴയതായിക്കൊള്ളട്ടെ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയിക്കൊള്ളട്ടെ, ഒരു കുഴപ്പമില്ല, ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒരു കുങ്കുമം നിറച്ച് വെച്ചിട്ട് ആ സിന്ദൂര ചെപ്പുണ്ടല്ലോ, നിങ്ങളുടെ തിരുനെറ്റിയിൽ അണിയുന്ന സിന്ദൂര ചെപ്പ്, ആ സിന്ദൂര ചെപ്പ്, ആ സീമന്തരേഖയിൽ അണിയുന്ന സിന്ദൂരം ഉപയോഗിക്കുന്ന സിന്ദൂര ചെപ്പ് ഒരു വാഴയിൽ കീറിൽ വെച്ച് നിലവിളക്കിൻ്റെ മുന്നിൽ വിളക്ക് കത്തിക്കുമ്പം സന്ധ്യയ്ക്ക് വെക്കണം കേട്ടോ. ഭഗവതിക്ക് സമർപ്പിക്കണം കേട്ടോ. ഏറ്റവും ഐശ്വര്യമായിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും അതിൻ്റെ ഐശ്വര്യവും ചൈതന്യവും കിട്ടും. ഇനി വിവാഹിതരല്ലാത്ത സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺമഷിക്കൂടുണ്ടായിരിക്കുമല്ലോ, കൺമഷിച്ചെപ്പ്, കൺമഷിക്കൂടായാലും ഇത്തരത്തിൽ സമർപ്പിക്കുക. അപ്പോൾ വിവാഹിതരായ സ്ത്രീകൾ തങ്ങളുടെ സിന്ദൂര ചെപ്പ് സമർപ്പിക്കുക, വിവാഹിതരല്ലാത്തവർ തങ്ങളുടെ കൺമഷിക്കൂട് സമർപ്പിക്കുക എന്നുള്ളതാണ്. സമർപ്പിച്ച് ഭഗവതിയെ തൊഴുക, ഏറ്റവും ഐശ്വര്യമായിരിക്കും. ഇതേപോലെ തന്നെ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ ചൊല്ലിക്കൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും തരും കേട്ടോ. എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവതി അതെല്ലാം വരവായിട്ട് തരും. ഏറ്റവും ഐശ്വര്യമുള്ള കർമ്മമാണ്. ഇതാണ് 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം അമ്പലത്തിൽ താലി പൂജ നടത്താനായിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ദിവസമാണ് കേട്ടോ. ഒന്നുകിൽ ഉമാമഹേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഈ 2 അമ്പലങ്ങളിൽ എവിടെങ്കിലും വേണം താലിപൂജ നാളെ നടത്താനായിട്ട്. മറ്റമ്പലങ്ങളിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതല്ല അതിൻ്റെ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. ഉമാമഹേശ്വര ക്ഷേത്രം വീട്ടിനടുത്തുണ്ടെങ്കിൽ അവിടെ പോയി നാളത്തെ ദിവസം താലി പൂജ നടത്തുക. നിങ്ങൾ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന താലി നിങ്ങൾക്ക് പൂജിക്കാൻ കൊടുക്കാം. താലി അല്ലെങ്കിൽ താലി മാലയോടുകൂടി കൊടുത്ത് പൂജിച്ച് വാങ്ങിക്കാം. ഏറ്റവും നല്ലതാണ്. ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ ലക്ഷ്മി നാരായണന്മാർ ഒന്നിച്ചിരിക്കുന്ന ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയുള്ള ലക്ഷ്മി നാരായണ നടയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ഗംഭീരമാണ്. വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായ മേന്മയും ഉയർച്ചയും കിട്ടും. ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ നമുക്ക് എപ്പോഴും വീണ് കിട്ടത്തില്ല. വർഷത്തിൽ 1-2 തവണ നമുക്ക് വീണ് കിട്ടുന്ന ഭാഗ്യമാണ് ഇത്തരം പൂജകൾക്ക് ഏറ്റവും ഫലസിദ്ധി കിട്ടുന്ന, അല്ലെങ്കിൽ ഇരട്ടി ഫലസിദ്ധി കിട്ടുന്ന ദിവസം എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ദിവസമാണ് ഈ ആഷാഢ പൗർണമി ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ വിവാഹിതരുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ താലി പൂജ നിങ്ങൾക്ക് ഉമാമഹേശ്വര ക്ഷേത്രത്തിലോ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലോ ചെയ്യാം. ഇതാണ് 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്,
നാളത്തെ ദിവസം വീട്ടിൽ അരി ഇടുന്നതിന് മുമ്പ്, വീട്ടിൽ അടുക്കളയിൽ അരി ഇടുമല്ലോ, അരി ഇടുന്നതിന് മുമ്പ് ഒരു പിടി അരി ഒന്നെടുത്ത് ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചിട്ട് വേണം അരി ഇടാനായിട്ട്. നമ്മൾ നിത്യേന അരി ഇടുമ്പം അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിച്ചിട്ട് അരി ഇടുന്നത് അല്ലേ? ഓം അന്നപൂർണയെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചോണ്ടല്ലേ അരി ഇടുന്ന എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ നാളത്തെ ദിവസം ഈ ഒരു ആഷാഢ പൗർണമി നാളിൽ എല്ലാവരും വീട്ടിൽ രാവിലെ അരി ഇടുന്ന സമയത്ത് ഓം ശ്രീം ശ്രീയേ നമ അല്ലെങ്കിൽ ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ, രണ്ട് മന്ത്രത്തിൽ ഏതായാലും മതി, ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതി എല്ലാ നന്മകളും തരണേ, ഒരിക്കലും അന്നം മുട്ടരുതേ, എപ്പോഴും അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പറഞ്ഞുകൊണ്ടിടുക. ഒരിക്കലും ആ വീട്ടിൽ അന്നം മുട്ടില്ല. ആ വീട്ടിൽ അന്നം മുട്ടാൻ ഇടയാകുന്ന ഒരു ദുരന്തം, ഒരു ദുഃഖം, ഒരു അനർത്ഥം ഒഴിഞ്ഞു പോകും, എല്ലാം വിട്ടുപോകും. അത്തരത്തിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യമുള്ള കാര്യം. ഇതിനൊന്നും നമുക്ക് ഒരു ചിലവോ കാര്യങ്ങളോ ഉള്ള കാര്യമല്ല. വീട്ടിലെ മനസ്സ് മാത്രമാണ്, ഭക്തിയുള്ള മനസ്സ് മാത്രമാണ് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ രാവിലെ അരി ഇടുന്നവർ ഇത് ചെയ്യുക. ഇതാണ് 5ാമത്തെ കാര്യം. അടുത്തത് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം കുളിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു നുള്ളു മഞ്ഞൾ, എന്താണ് ഒരു നുള്ളു മഞ്ഞൾ എന്ന് പറഞ്ഞാൽ 2 വിരൽ വെച്ച് നമ്മൾ മഞ്ഞൾ പാത്രത്തിൽ നിന്ന് എടുക്കുന്ന മഞ്ഞൾ പൊടിയില്ലേ, ഒരു നുള്ളു മഞ്ഞൾ എടുത്ത് കുളിക്കുന്ന വലിയൊരു ബക്കറ്റ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രം വെള്ളത്തിലോ ചെറുതായി ഒന്ന് ചാലിച്ചു കൊടുത്തിട്ട് ആ മഞ്ഞൾ ജലം ആദ്യം കുളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ മഞ്ഞൾ ചാലിച്ച്, ഇളം മഞ്ഞളാണ് പറയുന്നത്, ഒരു തുള്ളിയേ ഉണ്ടാവുള്ളൂ, ചിലപ്പം വെള്ളത്തിൽ അത് കാണാൻ പോലും പറ്റത്തില്ല, നിറവ്യത്യാസം പോലും ഉണ്ടാവില്ല, ഒരു തുള്ളി മഞ്ഞൾ ഇട്ടിട്ട് ആ മഞ്ഞൾ ജലം തലയിൽ ഒഴിച്ച് കുളിച്ചുകൊണ്ട് കുളി ആരംഭിക്കുക എന്നുള്ളതാണ്. ഷവറിൽ കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ആദ്യം ഒരു നുള്ളു മഞ്ഞളിട്ട് അത് ഒരു മൊന്ത വെള്ളം തലയിൽ ഒഴിച്ചതിന് ശേഷം ഷവറിൽ കുളിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു കർക്കിടക മാസം ഇങ്ങനെ കറങ്ങി അടിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്ത് എല്ലാ ദോഷങ്ങൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, കണ്ണീർ, പ്രാക്ക്, എരിച്ചിൽ എന്ന് വേണ്ട എല്ലാത്തരം നെഗറ്റീവ് എനർജിയും എല്ലാത്തരം നെഗറ്റീവ് ഊർജത്തെയും തല്ലിക്കെടുത്താനായിട്ട് ഇത് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗ്ഗമാണ്. പൗർണമി നാളിൽ മഞ്ഞൾ തേച്ച് കുളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതൊന്നും നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അതിൻ്റെ ഒരു സങ്കല്പം എന്നോണം ഒരു നുള്ളു മഞ്ഞൾ ചാലിച്ചിട്ട് ഏറ്റവും ഐശ്വര്യമായിട്ട് കുളിക്കുക. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമായിരിക്കും കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഇത് ചെയ്യാം, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും ചെയ്യാം. പണ്ടൊക്കെ നമ്മളുടെ മുത്തശ്ശിമാർ കൃത്യമായിട്ട് ഇതൊക്കെ നമ്മളെ ചെയ്യിപ്പിച്ചിരുന്നു. അന്ന് അതിൻ്റേതായ ആരോഗ്യവും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടായിരുന്നു താനും. ഇതാണ് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം ദേവി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവർ പറ്റുമെങ്കിൽ ദേവിക്കൊരു മഞ്ഞൾ മാല സമർപ്പിക്കണം കേട്ടോ. അതിഗംഭീരമായിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊരു ഒറ്റമൂലി കൂടാണ്. എന്താണ് ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ, ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് മഞ്ഞൾ മാല സമർപ്പണം ആഷാഢ പൗർണമി ദിവസം ദേവീക്ഷേത്രത്തിൽ എന്ന് പറയുന്നത്. എന്താണ് മഞ്ഞൾ മാല എന്ന് പറഞ്ഞാൽ, ഉണക്ക മഞ്ഞൾ കഷ്ണങ്ങൾ ഒരു നൂലിലോ ചരടിലോ കോർത്ത് കെട്ടിയ മാല ദേവീക്ഷേത്രത്തിൽ കൊണ്ടുപോയി, അത് ദുർഗാഭാവത്തിലുള്ള, ലക്ഷ്മി ഭാവത്തിലുള്ള ഏതമ്പലത്തിലും ചെയ്യാം, കൊണ്ടുപോയി അവിടുത്തെ ഭഗവതിയുടെ തിരുനടയിൽ സമർപ്പിച്ച് അവിടുത്തെ ഭഗവതിക്ക് ആ മാല ചാർത്തുക എന്നുള്ളതാണ്. ഏത് കുടുംബ വകയായിട്ടാണോ ഇത് ചെയ്യുന്നത്, ആ വീടുകളൊക്കെ രക്ഷപ്പെട്ട കുതിച്ചുയർന്ന ചരിത്രം മാത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്യണം കേട്ടോ. മഞ്ഞൾ മാല സമർപ്പിക്കണം. ജീവിതത്തിൽ ഗംഭീര വിജയങ്ങളായിരിക്കും വന്നു ചേരുന്നത്. നാൾക്ക് നാൾ ഉയർച്ചയും ഐശ്വര്യവും വരും. ആ വീട് രക്ഷപ്പെടും എന്നുള്ളതാണ്. പറ്റുന്ന എല്ലാവരും ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പറ്റുന്ന 2 എണ്ണം, ഈ പറഞ്ഞ 8 എണ്ണത്തിൽ 2 എണ്ണം ചെയ്യുക. അടുത്തത് 8ാമത്തേത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങൾ, അനർത്ഥങ്ങൾ, ശത്രുക്കളെ കൊണ്ടുള്ള ദോഷങ്ങൾ, ഒരുപാട് രീതിയിലുള്ള ജീവിത ദുരിതങ്ങൾ, ദുഃഖം, കാരണമില്ലാത്ത ഭയം, കാരണമില്ലാത്ത മാനസികമായിട്ടുള്ള ദുഃഖം, ഒരു മന്ദത, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നാളത്തെ ദിവസം ദേവീക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് ചുവന്ന ചരട് വാങ്ങിക്കൊടുത്ത് ജപിച്ച് വാങ്ങിച്ച് കെട്ടിക്കണം കേട്ടോ. രക്ഷയായിട്ട് കെട്ടണം കേട്ടോ. എല്ലാത്തരം മന്ദതകളും ദോഷങ്ങളും മാറും. വീട്ടിലൊക്കെ ഒരുപാട് പേര് പഠിക്കുന്ന മക്കൾ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പ്രശ്നം അറിയാം. മൊത്തത്തിലൊരു മന്ദത, കുട്ടികൾക്കൊന്നും ഒരു ഉയർച്ച ഉത്സാഹമൊന്നുമില്ല, എന്തോ ഒരു കണ്ണേറടിച്ച പോലെ, അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നത് പെട്ടെന്നൊരു അനർത്ഥവും എടുത്തേറും ഇടങ്ങേറും ഒക്കെ ജീവിതത്തിൽ തൊടുന്നതൊക്കെ ജീവിതത്തിലെ ഒരു വിനയായിട്ട് വരുന്ന ഒരവസ്ഥ, ഒരു മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥ, വീട്ടിലെന്നും ഒരു ദുഃഖവും അലസണ്ടയും ഒരു വെപ്രാളങ്ങളും ഒക്കെ, വീട്ടിലാകെ ദുഃഖ അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം
കൃത്യമായിട്ട് ദേവീക്ഷേത്രത്തിൽ പോയി അവിടുത്തെ തിരുമേനിയെ എടുത്ത് കാര്യം പറഞ്ഞ് ചുവന്ന ചരട് വാങ്ങിച്ചു കൊടുത്ത് ഭഗവതിക്ക് സമർപ്പിച്ച് ജപിച്ച് അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അണിയുക, കെട്ടുക. അല്ലെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ആണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്ന് അണിയിക്കുക. ഏറ്റവും ഗംഭീരമായിരിക്കും കേട്ടോ. സകല ദോഷങ്ങളും തുടച്ചു നീക്കപ്പെടും എന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ നല്ലൊരു ജപ ദിവസം വേറെ ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് നമ്മൾ ജപിച്ചു കൊടുക്കാറുണ്ട്. ഏറ്റവും ശക്തിയുള്ള കാര്യമാണ്, ഏറ്റവും സത്യമുള്ള കാര്യമാണ്. പൗർണമി നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ശക്തി അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ദിവസമാണ്. അതും ആഷാഢ പൗർണമി എന്ന് പറയുമ്പം അതിന് പ്രത്യേകത വളരെയേറെയാണ് എന്നുള്ളതാണ്. ഇത് ഈ ഒരു അവസരം ആരും വിട്ടുകളയരുത്. ഇതാണ് 8ാമത്തെ കാര്യം. അപ്പം ഞാനിവിടെ 8 കാര്യങ്ങൾ പറഞ്ഞു. ഈ 8 പറ്റണമെന്നില്ല, പറ്റുന്ന 2 നിങ്ങൾക്ക് ആവശ്യാനുസരണം 2 ചെയ്യൂ. അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കും കുടുംബത്തിനും ഒരു കൊല്ലത്തേക്ക് ലഭിക്കുന്നതായിരിക്കും. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ, നല്ലത് വരട്ടെ. എൻ്റെ അമ്മ മഹാലക്ഷ്മി നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും നൽകി മടങ്ങട്ടെ. നന്നായിരിക്കട്ടെ. ആഷാഢ പൗർണമി ആശംസകൾ. നന്ദി, നമസ്കാരം.